ആറള ഫാമിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാകുന്നു. ദിനംപ്രതി നിരവധി കാർഷിക വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നത്. ആറള ഫാമിൽ വാഹനങ്ങളും മനുഷ്യരും കാട്ടാനയ്ക്ക് മുൻപിൽപ്പെടുന്നത് നിത്യസംഭവം. ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക നാശമാണ് ഇതിനകം കാട്ടാനകൾ വരുത്തിയിട്ടുള്ളത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും നിത്യസംഭവമാവുകയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലും കാർഷിക ഫാമിലും ചതിരൂർ, വിയറ്റ്നാം, കക്കുവ, വട്ടപ്പറമ്പ്, പറമ്പത്തേക്കണ്ടി, കൊക്കോട് മേഖലകളിലും കാട്ടാന സാന്നിധ്യം അതിഭീകരമായി തുടരുന്നു. കീഴ്പള്ളി മുതൽ പാലപ്പുഴ വരെ പൊതുമരാമത്ത് റോഡിലൂടെ സന്ധ്യ മയങ്ങിയാൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിൽ റോഡിന്റെ പലയിടങ്ങളിലും കാട്ടാനകൾ നിലയുറപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. പകൽ സമയത്ത് പോലും കാട്ടാനയുടെ സാന്നിധ്യം ജനങ്ങളിൽ ഭീതി ഉളവാക്കുന്നതാണ്. കാർഷിക ഫാമിലെ തൊഴിലാളികളും ആറള ഫാം സ്കൂളിലെ വിദ്യാർത്ഥികളും ജീവൻ ഭയന്നുകൊണ്ടാണ് തൊഴിലെടുക്കാൻ എത്തുന്നതും പഠിക്കാനെത്തുന്നതും. ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ കാട്ടാനയുടെ മുൻപിൽപ്പെട്ട് അപകടമുണ്ടാക്കുന്നതും നിത്യകാഴ്ചയായി മാറുന്നു. കഴിഞ്ഞ ദിവസം 13-ാം ബ്ലോക്കിലെ 2 പെൺകുട്ടികൾ പുഴയിൽ കുളിക്കാൻ പോയ നേരത്താണ് കാട്ടാനയുടെ മുൻപിൽപ്പെടുകയും ഭയന്നോടി അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത്. ആറള ഫാം സ്കൂളിൽ പഠിക്കുന്ന രഞ്ജിനി എന്ന വിദ്യാർത്ഥിയും അവരുടെ സഹപാഠിയും ഓടംതോട് പുഴയിൽ കുളിക്കാൻ പോയ നേരത്ത് കാട്ടാനയുടെ മുൻപിൽപ്പെട്ടത് അടുത്ത ദിവസമാണ്. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. ആറള ഫാമിൽ തെങ്ങുചെത്ത് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും കാട്ടാനയുടെ മുൻപിൽപ്പെട്ട് അപകടമുണ്ടാകുന്നതും വാർത്തകളിൽ നിറയുന്നു. ആറളം കാർഷിക ഫാമിലെ തൊഴിലാളികളും കാട്ടാനയുടെ മുൻപിൽപ്പെട്ട് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും പതിവാണ്. ഇവിടെ 50-ലധികം കാട്ടാനകൾ ആറളം കാർഷിക ഫാമിലും പുനരധിവാസ മേഖലയിലും സ്വൈര്യവിഹാരം നടത്തുന്നതായി പറയുന്നു. ഇവറ്റകളാണ് ജനവാസ മേഖലയിൽ വൻ ഭീതി പരത്തി താണ്ഡവമാടുന്നത്. വ്യാപകമായ കൃഷിനാശമാണ് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ മേഖലയിൽ ഉണ്ടാക്കുന്നത്. തെങ്ങ്, കശുമാവ്, റബ്ബർ, വാഴ, കവുങ്ങ് തുടങ്ങിയവയെല്ലാം കാട്ടാനയുടെ കാൽക്കീഴിൽ ഞെരിഞ്ഞമരുകയാണ്. കാട്ടാനയെ കൂടാതെ കാട്ടുപന്നികളും മാനും, കുരങ്ങ്, കടുവ, പുലി തുടങ്ങിയവയും മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്നു. കടുവയുടെ അക്രമം ഭയന്ന് ചതിരൂർ, നീലായി മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. വന്യമൃഗങ്ങളുടെ അതിപ്രസരം സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് മേഖലയിലെ ജനങ്ങളും കർഷകരും സാധാരണ തൊഴിലാളികളുമാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ തമ്പടിക്കുന്ന കാടുകൾ വെട്ടിത്തെളിച്ചാൽ ഒരു പരിധിവരെ വന്യമൃഗങ്ങളുടെ ശല്യം നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ പലതവണ തീരുമാനമുണ്ടായിട്ടും ഈ കാടുകൾ വെട്ടിത്തെളിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ വൻ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ കാട്ടാനകളുടെ മുന്നിൽപ്പെട്ട് വലിയ അപകടം പറ്റി ചികിത്സയിൽ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. 50-ലധികം കാട്ടാനകൾ ഈ മേഖലയിൽ തമ്പടിച്ച് പകൽ സമയത്ത് പോലും ഇവിടെ ഭീതി പരത്തുന്നതായി പ്രദേശവാസികൾ നമ്മളോട് പറയുന്നു. കാട്ടാനകളിങ്ങനെ താണ്ഡവമാടുമ്പോൾ അതിനെ കാട്ടിലേക്ക് ഓടിക്കാൻ എന്ത് നടപടിയാണ് അധികാരികൾ ചെയ്യുന്നത് എന്ന് ആർക്കും പറയാനാവില്ല. ഇവിടെ കാട്ടാനകളുണ്ടെന്നും ആ കാട്ടാനകൾ വലിയ അപകടമുണ്ടാക്കുമെന്നും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും പലർക്കും ആദിവാസി പുനരധിവാസ മേഖലയിലെ ആളുകൾക്കുൾപ്പെടെ ജീവഹാനി പോലും സംഭവിക്കാൻ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നു പോലും നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച്, പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിന് നടപടിയെടുക്കാൻ ആരാണ് തുനിയേണ്ടത് എന്ന് ഇപ്പോഴും അറിയില്ല. കഴിഞ്ഞ ദിവസമാണ് ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും അവരുടെ കൂടെ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയും കാട്ടാനയുടെ മുമ്പിൽപ്പെട്ടത്. ആ കാട്ടാനയുടെ മുമ്പിൽപ്പെട്ട ആ വിദ്യാർത്ഥികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് എത്തിയത്. തൊഴിലാളികളും അതോടൊപ്പം തന്നെ ചെറുവാഹനങ്ങളിൽ പോകുന്ന വാഹനയാത്രക്കാരും കാട്ടാനയുടെ മുമ്പിൽപ്പെടുന്നത് നിത്യസംഭവമാകുന്നു. അത്ഭുതകരമായും തലനാരിഴയ്ക്കും രക്ഷപ്പെടുന്നു എന്നു മാത്രം. എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം നമുക്ക് മുൻകരുതലെടുത്താൽ പോരാ. സംഭവിക്കുന്നതിന് മുമ്പായി അത് വരാതിരിക്കാനുള്ള നടപടിയാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അത് ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇനിയും 17 ജീവനുകൾ പൊലിഞ്ഞ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഇനിയും കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും അക്രമത്താൽ ഒരുപക്ഷെ ജീവഹാനി സംഭവിച്ചേക്കാം. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ മേഖലയിലെ ജനങ്ങൾ നമ്മളോടും പൊതുസമൂഹത്തോടും അധികാരികളോടും പറയുന്നത്. ആറളം ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ? അത് അച്ഛൻ്റെ ESI ഫണ്ട് കിട്ടിയിട്ടില്ല. എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെ. നാളെയാണോ? ഇതാണ് എന്റെ വെഡിങ് സാരി.
നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഉം. ഇത് എന്റെ അമ്മയ്ക്കുള്ളത്. സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട്? ഉം. നല്ല Nice. കളറല്ലേ? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. LKG മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ്. ഇതാപ്പോ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്താ. അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം. ഓക്കെ? മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.